Yes, welcome to a new episode of Academy of Cost Accounting, and I am Surendran Betrubala speaking to you. We have seen in the previous class about the cost sheet and the advantages of cost sheet. Today we are going to see the items which are uh, not having any place in the cost sheet. That means items not included in cost sheet and treatment of a stock. First, we are going to see the items not included in cost sheet. Okay, what are those items not having any place in the cost sheet? Let us see one by one. Number one, pure financial expenses. Financial expenses are those expenses which are incurred for procuring and using the finance. Procuring and using the finance. So these are also called as non-operating expenses. Non-operating expenses. That means these are not related to the operation of a business concern. These are not related to the production of a particular product unit of output. So that is why it is called as non-operating expenses. Okay, what are those items which are called non-operating expenses? Purely financial nature. Interest on loan. Interest paid by the company on the loan taken. നമ്മൾ എടുത്ത ലോണിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ. ദാറ്റ് മീൻസ് നമ്മൾ ഡിബഞ്ചറിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിനകത്ത് മറ്റാരെങ്കിലും നമ്മുടെ കമ്പനിക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുക. ലോൺ നമ്മൾ എടുത്തതാണ്, ഡിബഞ്ചറിനകത്ത് മറ്റുള്ളവർ ഇൻവെസ്റ്റ് ചെയ്തതാണ് കമ്പനിക്കകത്ത്, അതിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. വർഷാവർഷം നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഈ ഇൻട്രസ്റ്റ് നമ്മുടെ എക്സ്പെൻസ് ആണ്. ലോണിന് മുകളിലുള്ള ഇൻട്രസ്റ്റ് നമ്മുടെ എക്സ്പെൻസ് ആണ്. ആൻഡ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ഇൻവെസ്റ്റ്മെന്റ്സ് എക്സെട്ര. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ് വിൽപ്പന നടത്തിയാൽ നഷ്ടം വന്നാൽ, ദാറ്റ് മീൻസ് ഒരു 10,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഫർണിച്ചർ വിൽക്കണമെന്ന് തോന്നി. നമ്മൾ ഈ ഫർണിച്ചർ വാങ്ങുന്നത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് കൂടി ഓർമ്മിക്കുക. ഫർണിച്ചർ വാങ്ങുന്നത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു അസറ്റ് വാങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ വിൽക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വിറ്റു. 10,000 രൂപയുടെ ഫർണിച്ചർ നമ്മൾ 8,000 രൂപയ്ക്ക് വിറ്റു. ദെൻ 2,000 rupees ഇറ്റ് ഈസ് ലോസ്. സോ ദിസ് ലോസ് ഈസ് കോൾഡ് എക്സ്പെൻസ് ആൾസോ. അത് ആ ലോസ് നമ്മുടെ എക്സ്പെൻസിന്റെ കാറ്റഗറിയിൽ കൂടി പെടുത്തുന്നതാണ്. അത് പ്യൂർലി ഫൈനാൻഷ്യൽ ആണ്, നമ്മുടെ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് പ്രൊഡക്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഐറ്റമാണ്. ഓക്കെ, ദെൻ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് 10,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി, എവിടെയോ ഒരു ഷെയറിനകത്തോ ഡിബഞ്ചറിനകത്തോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അത് വിൽപ്പന നടത്തുമ്പോൾ 8,000 രൂപ കിട്ടിയുള്ളൂ. ഓക്കെ, ദെൻ 2,000 rupees is ലോസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഡിസ്കൗണ്ട് അലൗഡ്. നമ്മൾ അലൗ ചെയ്യുന്ന ഡിസ്കൗണ്ട്. സോ ഡിസ്കൗണ്ട് ഇറ്റ് ഈസ് ആൾവേസ് അലൗഡ് ഫോർ പ്രോംപ്റ്റ് പേയ്മെന്റ് ഓർ ഏർലി പേയ്മെന്റ്. നേരത്തെ തരാൻ വേണ്ടിയിട്ടാണ് ഡിസ്കൗണ്ട് കൊടുക്കുക. ഒരാൾ 1,00,000 രൂപ നമുക്ക് തരാനുണ്ട്, നമ്മുടെ കമ്പനിക്ക് തരാനുണ്ട്, നമുക്ക് നേരത്തെ കിട്ടണം അത്. സോ അതുകൊണ്ട് നമ്മൾ പറയുന്നു യെസ്, ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ ടൈം, ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ബിഫോർ ദി ലാസ്റ്റ് ഡേറ്റ് ഫോർ പേയ്മെന്റ്, ദെൻ കമ്പനി വിൽ പേ ദ ഡെപ്റ്റർ എ സർട്ടൻ പെർസെന്റേജ് ഓഫ് ഡിസ്കൗണ്ട്. സോ ആ ഡിസ്കൗണ്ട് നമുക്ക് എക്സ്പെൻസ് ആണ് അല്ലെങ്കിൽ ലോസ് ആണ്. 1,00,000 രൂപ തരാനുണ്ട്, അദ്ദേഹം പെട്ടെന്ന് തന്നാൽ 95,000 മതി. 5,000 രൂപ ഡിസ്കൗണ്ട് ആയിട്ട് തരാം, 95,000 തന്നാൽ മതി, 1,00,000ത്തിന്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാം. ആ 5,000 രൂപ നമ്മുടെ കമ്പനിക്ക് നഷ്ടമാണ്. സോ ദാറ്റ് എമൗണ്ട് ഇസ് കോൾഡ് എക്സ്പെൻസ്, പ്യൂർലി ഫൈനാൻഷ്യൽ, ബിക്കോസ് ഇത് ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പെൻസ് ആണ്. ഓക്കെ, ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് ഓഫ് ദി കമ്പനി പെയ്ഡ് ബൈ ദി കമ്പനി. നമ്മുടെ കമ്പനി കൊടുത്ത ഫൈൻസും പെനാൽറ്റീസും. എന്തെങ്കിലും ഒരു കൃത്യമായിട്ട് ലോ ഫോളോ ചെയ്യാതിരുന്നാൽ, റെഗുലേഷൻ ഫോളോ ചെയ്യാതിരുന്നാൽ, അതർവൈസ് നമ്മൾ പബ്ലിക് ഇൻട്രസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ, അങ്ങനെയാവുമ്പോൾ ചിലപ്പോൾ ഗവൺമെന്റ് ഓർ അതർ ഏജൻസീസ് മേ ഇമ്പോസ് സം ഫൈൻസ് ഓർ പെനാൽറ്റീസ് അഗെയിൻസ്റ്റ് അവർ കമ്പനി. സോ ഇഫ് സച്ച് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് ആർ പെയ്ഡ് ബൈ ദ കമ്പനി, സോ ദാറ്റ് ക്യാൻ ആൾസോ ബി treated as financial expense, and these expenses are not having any place in cost sheet. Okay, then provision for bad and doubtful debts. All provisions are excluded. Provisions are included in financial in profit and loss account only. Okay, but in cost sheet all provisions are excluded, but bad debt is included. Bad debt, it is selling and distribution overhead, it is included. It is an actual expense incurred with regard to the sales, but provision for bad debt, it is a reserve created in advance. Okay, provision, so that is why it is excluded from cost sheet. Damages paid. All damages paid. Damages here means compensation paid.
with regard to an accident, if any damage or compensation is paid to a third party, so that damage cannot be treated as an operating expense and cannot be included in cost sheet. Cost sheet includes only those expenses which are related to operation of that business enterprise. Operation means the manufacturing process of that business enterprise. Okay. Number 2, writing of fictitious assets. Writing of fictitious fictitious assets ne എഴുതി തള്ളുക എന്നതാണ്. Fictitious assets are sometimes deferred revenue expenses and intangible assets. Okay, deferred revenue expenses means expenses incurred at one point of time and benefits are derived out of the future periods of time. So these expenses are called deferred revenue expenses. ഇന്ന് നമുക്ക് ചെലവാകുന്നു, പക്ഷേ അതിന്റെ ബെനിഫിറ്റ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. ഹ്യൂജ് അഡ്വർടൈസ്മെന്റ്, പ്രിലിമിനറി എക്സ്പെൻസസ് എക്സെട്രാ കോൾഡ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസസ്. ഓക്കെ, അങ്ങനെയുള്ള വലിയ തുകകൾ ഒരു വർഷത്തെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചേർക്കാറില്ല. ഓർ അതർവൈസ് അത് ഫിനാൻഷ്യൽ ആണ്. അത് നമ്മുടെ സ്ഥാപനത്തിന്റെ ടോട്ടൽ കോസ്റ്റിനകത്ത് ചേർക്കാറില്ല, ടോട്ടൽ എക്സ്പെൻസിനകത്ത് ചേർക്കാറില്ല. അത് ഓരോ വർഷവും റൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ കളയുകയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തുള്ള ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ്. ബട്ട് അങ്ങനെയുള്ള എക്സ്പെൻസുകൾ ഇവിടെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല കോസ്റ്റ് ഷീറ്റിനകത്ത്. സോ റൈറ്റിംഗ് ഓഫ് ഗുഡ് വിൽ, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, പാറ്റന്റ്, കോപ്പിറൈറ്റ്, പ്രിലിമിനറി എക്സ്പെൻസസ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസസ് ആണ്. സോ ഇതൊന്നും നമുക്ക് ഇതിനകത്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല. റൈറ്റിംഗ് ഓഫ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ എല്ലാ വർഷവും റൈറ്റ് ഓഫ് ചെയ്യും. സോ ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ കോസ്റ്റ് ഷീറ്റിനകത്ത് റെക്കോർഡ് ചെയ്യില്ല. ഓക്കെ, നമ്പർ 3, appropriation of profit. If net profit is calculated, then the net profit may be shared by different parties. That means net profit should be appropriated. അതായത് അപ്രോപ്രിയേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റിന് മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കണം, ഇൻകം ടാക്സ് കൊടുക്കണം. അതിൽ നിന്ന് കുറക്കേണ്ട ഐറ്റമാണ് ഇൻകം ടാക്സ്. നെറ്റ് പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷൻ ആണ്. ദെൻ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ടു റിസർവ്, ജനറൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻകം നെറ്റ് പ്രോഫിറ്റിന്റെ ഒരു അപ്രോപ്രിയേഷൻ ആണ്. ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്രോപ്രിയേഷൻ ആണ്. ഇങ്ങനെ അപ്രോപ്രിയേഷൻസ് ഉണ്ടെങ്കിൽ ഡിവിഡൻഡ്, ഇൻകം ടാക്സ് ആൻഡ് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്, and these expenses are not having any place in this cost sheet. Okay, and next last one, pure financial incomes. All those incomes which are very related to this finance, incomes related to finance. For example, interest received, dividend received, profit on sale of investments. നേരത്തെ ലോസ് ആണ് പറഞ്ഞത്, എക്സ്പെൻസ്. ഇപ്പൊ പ്രോഫിറ്റ് ആണ്. 10,000 രൂപയുടെ അസറ്റ് വിറ്റു, നമുക്ക് കിട്ടിയത് 12,000 രൂപയാണ്. 2,000 രൂപ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്നുള്ളത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ഭാഗമല്ല, അവിടെ ഒരു വരുമാനം നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. പക്ഷെ ഇത് പ്യൂർലി ഫൈനാൻഷ്യൽ ഇൻകം ആണ്. അത് നമ്മുടെ കോസ്റ്റ് ഷീറ്റിനകത്ത് സ്ഥാനം ഉണ്ടാവില്ല. റെന്റ് റെസീവ്ഡ്, കമ്മീഷൻ റെസീവ്ഡ്, ഡിസ്കൗണ്ട് റെസീവ്ഡ്, സെക്യൂരിറ്റി പ്രീമിയം എക്സെട്ര, ഇതുപോലുള്ള ഏത് വരുമാനവും അതർ ദാൻ സെയിൽസ് അല്ലാതെ മറ്റൊരു വരുമാനവും നമ്മുടെ കോസ്റ്റ് ഷീറ്റിനകത്ത് സ്ഥാനം ഉണ്ടാവില്ല. അത് ഏത് റെസിപ്റ്റ് ആണെങ്കിലും, ഇൻവെസ്റ്റ്മെന്റ് മുകളിലാണെങ്കിലോ, അസറ്റ്സിന്റെ മുകളിലുള്ള റെസിപ്റ്റ് ആണെങ്കിലോ, ഓർ അതർവൈസ് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും റെന്റ് പോലുള്ള ഐറ്റംസ് ആണോ, കമ്മീഷൻ ആണോ, ഏത് റെസിപ്റ്റ് ആണെങ്കിലും അത് നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. സോ ദീസ് റെസിപ്റ്റ്സ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ കോസ്റ്റ് ഷീറ്റ്. ഓൺലി വൺ റെസിപ്റ്റ്, ദാറ്റ് ഈസ് സെയിൽസ്. Okay, these are all the items which are excluded from cost sheet or items not included in cost sheet. Let us see the second part, treatment of stock. How this stock is treated in cost accounting, how this stock is treated in cost sheet. കോസ്റ്റ് ഷീറ്റിനകത്ത് എങ്ങനെയാണ് സ്റ്റോക്കിനെ ട്രീറ്റ് ചെയ്യുക? സ്റ്റോക്ക് എന്ന് വെച്ചാൽ സ്റ്റോക്ക് കൺസിസ്റ്റ് ഓഫ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇതാണ് സ്റ്റോക്ക് എന്ന് പറയുക. ഇൻവെന്ററീസ് ആണ്. ഈ 3 സ്റ്റോക്കിനെയും നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് ഷീറ്റിനകത്ത് കൺസിഡർ ചെയ്യുക? ഓക്കെ, സ്റ്റോക്ക് അൺസോൾഡ് ആയിട്ട് കിടന്ന്, ഇഫ് സ്റ്റോക്ക് ഇസ് അൺസോൾഡ്, ലേയിങ് അൺസോൾഡ്, then that should not be included in the cost of production. അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റോക്ക് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, കാരണം നമ്മളത് ഏത് വർഷമാണോ വിൽപ്പന നടത്തുന്നത്, ഇൻ വിച്ച് ഇയർ ഓൾ ദീസ് സ്റ്റോക്സ് ആർ സോൾഡ് ഔട്ട്, ഇൻ ദാറ്റ് പീരിയഡ് ഓൺലി ദ കോസ്റ്റ് ഓഫ് ദീസ് സ്റ്റോക്സ് ആർ ടു ബി കൺസിഡേർഡ്. ഏത് വർഷമാണോ നിങ്ങൾ ആ സ്റ്റോക്കിനെ വിറ്റഴിക്കുന്നത്, ആ വർഷത്തിൽ മാത്രമേ ആ സ്റ്റോക്കിന്റെ വാല്യൂ
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് വരേണ്ടതുള്ളൂ. റിമെമ്പർ, so in which year the stocks are sold out, in that year only cost of stock is to be taken into account. Okay, let us see how this treatment is done. Okay, number 1, stock of raw material. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ സ്റ്റോക്കാണ്. എങ്ങനെയാണ് ഇതിനെ കോസ്റ്റ് ഷീറ്റിനകത്ത് ഉൾപ്പെടുത്തുക? കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു ടിപ്പിക്കൽ ഫോർമാറ്റ് ഇങ്ങനെയാണ്: ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഇസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്സ് ഇസ് ഈക്വൽ ടു വർക്ക്സ് കോസ്റ്റ്. വർക്ക്സ് കോസ്റ്റ് പ്ലസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. Cost of production plus selling and distribution overhead is equal to total cost. So this is a typical format of cost sheet. And how this cost sheet specimen is different from a comprehensive cost sheet. Let us see. Opening stock of raw material. So a comprehensive cost sheet is started with that point. Opening stock of raw material. തുടക്കത്തിലുണ്ടായിരുന്ന റോ മെറ്റീരിയൽ സ്റ്റോക്കാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ആണ്. കാരണം കഴിഞ്ഞ വർഷത്തെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനകത്ത് അന്നത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഇപ്പോഴത്തേക്ക് മാറ്റി വെച്ചു. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത് ഇൻക്ലൂഡ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, ഇപ്രാവശ്യം വാങ്ങിയത് അതിനോടൊപ്പം ആഡ് ചെയ്യുക. Add carriage inwards. Carriage inwards means all those expenses which are incurred for carrying the goods ടു ദി ഫാക്ടറി. ഫാക്ടറിക്കകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് എക്സ്പെൻസ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചത്, ഇതിനാണ് കാരേജ് ഇൻവേഴ്സ് എന്ന് പറയുക. ഇത് ഒക്കെ ആഡ് ചെയ്യുക, എങ്കിലൊരു ഫിഗർ കിട്ടും. അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ലെസ് ചെയ്യുക. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ടു ഗെറ്റ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. സോ ദിസ് ഈസ് ദി ആക്ച്വൽ എമൗണ്ട് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ്. ആ ഒരു പീരിയഡിനകത്ത്, ആ ഒരു വർഷത്തിനകത്ത് എത്രയാണ് ടോട്ടൽ റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്തത്, അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് along with that add this purchase of raw material, carriage inwards also to be added, less closing stock of raw material to get the cost of raw material consumed. So this is the first treatment to stock of raw material. Okay, then second, stock of work in progress. How this stock of work in progress is treated in cost sheet? Okay, ഇവിടെ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടിയാൽ കോസ്റ്റ് ഷീറ്റിന് അടുത്ത ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ലേബറാണ്. അത് ആഡ് ചെയ്യും. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് അതിനോടൊപ്പം ആഡ് ചെയ്യും. അത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിൽ നിന്നാണ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പ്രൈം കോസ്റ്റ്, ഓക്കെ, ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ കോസ്റ്റ് ഷീറ്റ്. ആഡ് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് പ്രൈം കോസ്റ്റിനോടൊപ്പം ആഡ് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് വർക്ക്സ് കോസ്റ്റ് കിട്ടും. പക്ഷേ ഈ അഡ്ജസ്റ്റ്മെന്റ് കൂടി ചെയ്യുന്നത് കൊണ്ട് നമുക്കതിനെ ഗ്രോസ് വർക്ക്സ് കോസ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, സോ after adding factory overheads along with the prime cost, we will arrive at gross works cost. അത് കിട്ടും. Then add opening stock of work in progress. Add opening stock of work in progress. Then less closing stock of work in progress. All opening stocks are to be added and all closing stocks are to be deducted. Okay. So if closing stock of work in progress is deducted from this figure, we will arrive at works cost or factory cost. Works cost or factory cost, net works cost or net factory cost. Okay, then third one, stock of finished goods. Stock of finished goods, okay, entire process is completed and now we obtained this finished product. Okay, and how the treatment is given? Cost of production, it is starting from cost of production. Cost of production means prime cost plus factory overhead is equal to works cost. Works cost plus office and administration overhead is equal to cost of production. Okay, cost of production, add opening stock of finished goods, less closing stock of finished goods is equal to cost of goods sold. നിങ്ങൾ വിറ്റ സാധനങ്ങളുടെ വിറ്റ യൂണിറ്റ്സുകളുടെ കോസ്റ്റ് ആണ്, യഥാർത്ഥ കോസ്റ്റ് ആണ് ഇവിടെ കിട്ടുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ്. Then along with the cost of goods sold, we have to add selling and distribution overhead if it is given in your question. Selling and distribution overhead to get the total cost, the final cost of production, cost of sales. So these are all the treatments to be given to various stocks lying in our warehouse or godown. Okay, treatment of a stock is over and
today's class is over. Okay, thank you.